ഒരുപാട് പേരുണ്ടല്ലോ യൂസ് ചെയ്യാത്തവര്. ഇങ്ങനെ ഒരു ഇന്റിമേറ്റ് വാഷ് ഉണ്ട്. ഇത് എന്താ വാഷ് എന്നറിയും? നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളില്, തൊടിയെടുക്ക ഭാഗങ്ങൾ നമുക്ക് നന്നായിട്ട് കഴുകാനും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനുമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, വാഷാണ്. സോപ്പിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ആദ്യം തന്നെ അത് പറയട്ടെ. ഇന്ന് വരെ യൂസ് ചെയ്യാത്ത ആൾക്കാർ സോപ്പ് പോലെ എന്തിനാ വേറൊരു പ്രോഡക്റ്റ്? സോപ്പ്, ഒരു കട്ട സോപ്പ് കിട്ടിയാൽ അത് തന്നെ ധാരാളം മതി. പിന്നെ അതിന് പകരം വേറൊരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ? സോപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഇത്രയും കാലം നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്രകൾ ചെയ്തിട്ടായിക്കോട്ടെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെയാണ്. കാരണം സ്ത്രീകളുടെ pH അല്ല പുരുഷന്മാരുടെ, അതുകൊണ്ടാണ് വേറെ വേറെ. സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? തൊടിയെടുത്ത ഭാഗങ്ങള് വെള്ളം വെളിച്ചം അല്ല, വെളിച്ചൊന്നും കാണാതെ, വായു വെളിച്ചൊന്നും കാണാതെ ഇരിക്കുന്ന ഭാഗമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് മുഖത്തിനേക്കാൾ നിറവും ഭംഗി ഉണ്ടാവേണ്ടതല്ലേ? വേണ്ടേ? മുഖം നമ്മുടെ എപ്പോഴും വെയിലത്ത് പോകുന്നു, പുറത്തു പോകുന്നു. ബാക്കി തൊടയെടുത്ത ഭാഗങ്ങളൊന്നും നമ്മുടെ വെയിൽ കൊള്ളുന്നില്ല, കാറ്റ് കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം നന്നായിട്ട് നിറവും ഭംഗിയും തിളക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ സ്വയം പറഞ്ഞാൽ മതി. മനസ്സില് ദൈവം ശപിച്ചതാണോ നിന്റെ ആ ഭാഗം തളർത്തു പോട്ടെ? അതെല്ലാവർക്കും അങ്ങനെയാണോ? അതിനുള്ള കാരണം എന്തായിരിക്കും? എന്തായിരിക്കും കാരണം? സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ. പുരുഷന്മാരെ സംബന്ധിച്ച് പാന്റും പോക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യം ആലോചിക്കണം തന്നെ ഇല്ല. അങ്ങനെ അങ്ങോട്ട് ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട് ഒരു ഭാഗമായിട്ട് പോകുന്നു. പിന്നെ അത്രയും മെച്ചത്തേക്കൊക്കെ എത്തുമ്പോഴാണ് ഫാർമസിയിൽ പോകുന്നതും എന്തെങ്കിലും ട്യൂബ് വാങ്ങുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ചൊറിച്ചിലുണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, തൊലി പോവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? പാലക്കാട് എന്താ ചെയ്യുക? വെളിച്ചെണ്ണ ഉപയോഗിക്കും. ചിലവര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോൾ ഡെറ്റോൾ ഇട്ടിട്ട് ചിലവര് വേണം. ഈശ്വര, ചൂടുവെള്ളം മാത്രം എടുക്കുള്ളൂ. ഉപ്പിട്ട് കഴുകുമ്പോ വീണ്ടും ഡ്രൈ ആവും. അപ്പൊ നമ്മൾ വീണ്ടും കഴുകും. കാരണം എന്താ? ആ ഡ്രൈ ആവുന്നത് ബുദ്ധിമുട്ടായ കാരണം. ഇനി സോപ്പിട്ട് കഴുകിയിട്ട് ശരിയാവേണ്ടെന്ന് വിചാരിച്ചിട്ട് വീണ്ടും സോപ്പിട്ട് കഴുകും. ഒരു ദിവസം 4-5 പ്രാവശ്യം സോപ്പിട്ട് കഴുകും. സോപ്പിന്റെ pH 8 മുകളിലേക്കാണ്. സ്ത്രീകൾക്ക് ഇന്റിമേറ്റ് ഏരിയയിലുള്ള pH 3.5 മുതൽ 4.5 വരെയാണ്. പുരുഷന്മാർക്ക് 4.5 മുതൽ 5.5 വരെയാണ്. സോപ്പിന്റെ pH മുകളിലായതുകൊണ്ട് തന്നെ സോപ്പ് ഇടുന്ന സമയത്ത് സ്ഥിരമായിട്ട് സോപ്പ് ഇട്ടാൽ സ്കിൻ അവിടെ ഡ്രൈ ആവുന്നു, റഫ് ആവുന്നു. ഫേസ് വാഷ് സ്ഥിരമായിട്ട് മുഖത്തിടുന്ന എത്ര പേരുണ്ട്? ഫേസ് വാഷ് മാത്രം കുളിക്കുമ്പോൾ സോപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള സമയത്ത് ഫേസ് വാഷ് ഇടുന്ന കാര്യമല്ല പറഞ്ഞു കേട്ടോ. പുരുഷന്മാര് പതുക്കെ കഴിക്കുമ്പോൾ ആദ്യം ഇതിനൊക്കെ നേരം ഫേസ്, പിന്നെ ഓർമ്മ നമ്മൾ ആസ്യക്കാരാണ്, നമുക്ക് ഫേസ് വാഷ് ഇടണം, അങ്ങനെയാണ് വന്നിട്ട് ഫേസ് വാഷ് ഇട്ട്. ആ കാര്യമല്ല പറഞ്ഞു. ദിവസവും ഫേസ് വാഷ് മാത്രം, സോപ്പ് ഇടാതെ മുഖത്ത് ഫേസ് വാഷ് മാത്രം ഇടുന്ന എത്ര പേരുണ്ട്? ഒന്ന് വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയും? നമ്മുടെ ഏതെങ്കിലും ഒരു സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് മുഖം കഴിക്കുക. ഒരു 1/2 മണിക്കൂർ വെയിറ്റ്. മുഖം വല്ലാണ്ട് വലിയുന്നത് ഫീൽ ചെയ്യും. എന്തുകൊണ്ട്? ഫേസ് വാഷ് ഇടുന്നവരെ മാത്രം വിളിച്ചെന്നറിയും, ബാക്കിയുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. ദിവസവും സോപ്പ് ഇടുന്നുണ്ട്, നമുക്ക് ദിവസവും വലിവ് വരുന്നുണ്ട്, അത് ദിവസം ഭാഗമായി. അങ്ങനെ വലിവ് വന്നും റഫായിട്ടൊക്കെ നമുക്ക് സ്കിൻ അങ്ങനെ തന്നെയാണ് ശീലമായി. മറ്റുള്ളവരെ സംബന്ധിച്ച് സ്കിന്നിന് കൃത്യമായിട്ടുള്ളത് കൊടുത്തിട്ടാണ് നമ്മൾ സോപ്പിലേക്ക് കടക്കുന്നത്. ബ്യൂട്ടീഷ്യൻ മാം പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? യെസ്. അപ്പോ സോപ്പ് ഇടുന്ന സമയത്ത് pH വളരെയധികം വ്യത്യാസമാണ്. സ്കിൻ റഫ് ആവുന്നു, ഡ്രൈ ആവുന്നു, മൊരി പോലെ വരുന്നു, ബ്ലാക്ക് കളറിലാവുന്നു, മൈക്രോ ഫ്ലോറ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. ഇനി 100 രൂപയ്ക്ക് 3 കിട്ടുന്ന പാൻറ്റീസ് മാർക്കറ്റില് അതാണല്ലോ മേടിക്കുക. 100% കോട്ടനാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മേടിക്കുന്നത്. ഇവർക്ക് എങ്ങനെ മനസ്സിലായില്ല? അത് 100% കോട്ടൺ അല്ല, അതിന് സിന്തറ്റിക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറെ, തുടകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറെ. നനഞ്ഞോടെ യൂറിൻ പാസ് ചെയ്ത് കഴുകിയതിന് ശേഷം നനഞ്ഞ പാടെ നമ്മൾ പാൻറ്റീസ് കയറ്റിയിടുന്നു, അത് കാരണം ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് വേറെ. ഈ ഇൻഫെക്ഷൻസ് കാരണം തൊടയെടുത്ത ഭാഗങ്ങൾ കറക്കുന്നു. അതിനുള്ള ഉത്തമമായിട്ടുള്ള പരിഹാരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുള്ള ഇന്റിമേറ്റ് വാഷ്. സോപ്പല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത്. വളരെ മൈൽഡ് ആയിട്ടുള്ള സർഫക്റ്റൻസ് ഉള്ള നല്ല ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ട് സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന, മോയ്സ്ചേർഡ് ആക്കുന്ന ഈ ഒരു ഇന്റിമേറ്റ് വാഷാണ്. ഇതിൽ ലാക്റ്റിക് ആസിഡ്, മെലൻറ്റോണിൻ, ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടേ ഇരിക്കേണ്ടി വരും. ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അത്രയധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സീവക്തോട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് വന്നിട്ടുണ്ടല്ലോ നമുക്ക്.
അലോവേര ജ്യൂസിൽ സീബക്തോൺ. സ്കിൻ സംബന്ധിച്ചുള്ള എന്ത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കടൽപ്പായ എന്ന് മലയാളത്തിൽ പറയുന്ന സീബക്തോൺ. ഈ സീബക്തോണിലുണ്ട് ഇന്റിമേറ്റ് വാഷുമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും തുറന്നു പറയാനായിട്ട് സാധിക്കാത്ത സെക്ഷൽ ഹൈജീനുമായിട്ട് സംബന്ധിച്ച പല കാര്യങ്ങളും ഉണ്ട്. ചീത്ത സ്മെല്ല് വരുന്നതായിക്കോട്ടെ, വെള്ളപ്പൊക്കായിക്കോട്ടെ, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതായിക്കോട്ടെ, എത്ര പ്രാവശ്യം കുളിച്ചിട്ടും ഉണ്ടാവുന്ന വേർപ്പ് തങ്ങി നിൽക്കുന്ന രീതി ആയിക്കോട്ടെ, ആ ഭാഗത്തുള്ള കറുപ്പ് നിറമായിക്കോട്ടെ, ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ഈ പറയുന്ന ഇന്റിമേറ്റ് വാഷ്. വി വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത കംഫർട്ടും റിലീഫുമാണ് നമ്മുടെ ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം കിട്ടി തുടങ്ങിയത്. എന്ത് ചെയ്യണം?